പ്രായം കൂടിയ മുത്തശ്ശിമാർ പറയാറുണ്ട് മുടി വളരണമെങ്കിൽ കാച്ചി എണ്ണ തേച്ച് കുളിക്കണമെന്ന്. നമ്മുടെ ജനറേഷൻ ആ കാര്യമൊന്നും കേൾക്കാൻ കൂട്ടാക്കാറില്ലെങ്കിൽ പോലും ആ പറഞ്ഞതിനൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിൽ പലരും ഇപ്പോൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് മുടി കൊഴിച്ചിൽ, താരൻ, മുടി വിണ്ട് കീറുന്നത്, നേരത്തെ നര വരുന്നത്, അതുപോലെ തന്നെ ഡ്രൈ ഹെയർ, സ്ട്രെസ്സും ടെൻഷനും എന്നിവയൊക്കെ. പണ്ട് മുത്തശ്ശിമാർ പറഞ്ഞതുപോലെ തന്നെ എണ്ണ നല്ല രീതിയിൽ ആവശ്യമുള്ള ചേരുവകൾ കൃത്യമായി ചേർത്ത് തേക്കേണ്ട രീതിക്ക് തേച്ചാൽ ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. അപ്പം ഞാൻ എന്തൊക്കെ ചേരുവകൾ ചേർത്താണ് എണ്ണ കാച്ചുന്നതെന്നും അതെങ്ങനെയാണ് തലയിൽ തേക്കേണ്ടതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വളരെ ഗുണങ്ങളുള്ള ഒരു അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് കടുക്, നെല്ലിക്ക, ചെറിയ ഉള്ളി, ഉലുവ, കരിഞ്ജീരകം, കറിവേപ്പില, റോസ്മേരി, കറ്റാർ വാഴ, വെളിച്ചെണ്ണ എന്നിവയാണ് വേണ്ടത്. എന്നാൽ പിന്നെ സമയം കളയാതെ എണ്ണ കാച്ചിയെടുക്കാം. ആദ്യം നമുക്ക് നെല്ലിക്ക കുരു കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നെല്ലിക്ക നമ്മൾ ഉപയോഗിക്കുന്നത് മുടിയുടെ റൂട്ടിന് നല്ലപോലെ സ്ട്രോങ് ആക്കാനും താരൻ കുറയ്ക്കാനും നര വരുന്നത് തടയാനും കൂടാതെ ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് നമ്മുടെ സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ കുറയ്ക്കാനും സഹായിക്കും. അടുത്ത് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയുള്ളി നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതിലൂടെ ഹെയർ ഗ്രോത്ത് ചെയ്യുന്നത് നല്ലപോലെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും. അടുത്ത് നമ്മൾ കറ്റാർ വാഴ കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന മുള്ളു പോലത്തെ ഭാഗം കളഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഭാഗങ്ങൾ എടുക്കാനായിട്ട്. കറ്റാർ വാഴയിലെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ താരന് ബെസ്റ്റാണ് കേട്ടോ. ഇതിലെ ജലാംശം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ താരനും അതുപോലുള്ള മറ്റ് കാരണങ്ങളും കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിൽ ഒഴിവാക്കി കിട്ടും. പിന്നെ കറ്റാർ വാഴയിലുള്ള ജെൽ ടെക്സ്ചർ നമുക്ക് നാച്ചുറൽ കണ്ടീഷനിങ് കൊടുക്കും കേട്ടോ ഹെയറിന്. അടുത്ത് വേണ്ടത് റോസ്മേരിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം അവൈലബിൾ ആണ് എന്ന് എനിക്കറിയത്തില്ല. അഥവാ കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ കിട്ടുന്ന ആൾക്കാർ ഇത് മസ്റ്റായിട്ട് ഈ ഓയിലിൽ യൂസ് ചെയ്യണം. അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് റോസ്മേരി. റോസ്മേരി നമ്മുടെ നശിച്ചു പോകുന്ന കോശങ്ങളെ പുനർജീവിപ്പിച്ച് മുടിക്കും ചർമ്മത്തിനും ഗുണം ചെയ്യാനും ബേബി ഹെയർസ് വളരുന്നതിനും നല്ലതാണ്. അതായത് നെറ്റി കയറുന്നത് പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ചെറിയ മുടികൾ മുളച്ചു വരുന്നതിന് റോസ്മേരി ഓയിൽ വളരെ നല്ലതെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. പിന്നെ തണ്ട് കട്ടിയുള്ള റോസ്മേരി എടുക്കുമ്പോൾ കത്തി വെച്ച് മുറിക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ ഇതുപോലൊരു കത്രിക ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില തണ്ട് കളഞ്ഞിട്ട് ഇതളുകളായിട്ട് നമുക്ക് എടുക്കാം. കറിവേപ്പിലയിൽ വൈറ്റമിൻ ബി, സി, അയൺ, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുടി നല്ലതുപോലെ വളരാനും ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർസിനൊക്കെ സ്ട്രെങ്തൻ കൊടുക്കാനും മുടിക്ക് നല്ല കളറ് കിട്ടാനും ഇത് സഹായിക്കും. അടുത്ത് വേണ്ടത് കടുകാണ് കേട്ടോ. നമ്മൾ കടുക് താരൻ മാറാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണയിൽ ഞാൻ യൂസ് ചെയ്യാറ്. അത് നമ്മൾ മുഴുവനായിട്ട് ഇടാൻ പാടില്ല. നമ്മളൊരു അരകല്ലിലിട്ട് അതിൻ്റെ ഉള്ളിലെ മഞ്ഞ കളറ് പുറത്ത് വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ പാകമായിട്ട് എടുക്കുന്നത്. കടുകിൻ്റെ അളവ് എത്രയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു പോവാം. ഇതുപോലൊരു മെഷറിംഗ് കപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും ചെറുതായ 60 ml എന്ന് പറയുമ്പോൾ 1/4 എന്നാണ് ആ കപ്പിൻ്റെ അളവ്. അതിൻ്റെ ഒരു കപ്പാണ് നമ്മൾ എടുക്കുന്നത്. കടുകിലെ വൈറ്റമിൻ എ, ഡി, ഇ, കെ, അയൺ, മഗ്നീഷ്യം, കാൽഷ്യം, അതുപോലെ ഫാറ്റി ആസിഡ് മുടിയുടെ ഈർപ്പം നിലനിർത്തി മോയ്സ്ചർ ആക്കാനും വിണ്ട് കീറുന്നത് കുറയ്ക്കാനും സഹായിക്കും. ഞാൻ എടുത്ത സാധനങ്ങളുടെ അളവ് കൃത്യമായിട്ട് ഇപ്പോൾ പറയാം. 2 തണ്ട് കറ്റാർ വാഴ ചെറുതായിട്ട് അരിഞ്ഞത്, നെല്ലിക്ക 7 എണ്ണം, ചെറിയ ഉള്ളി 15 എണ്ണം, കടുക് അരച്ചത് 60 ml 1 കപ്പ്, 10 തണ്ട് കറിവേപ്പില, റോസ്മേരി 10 തണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു ഉരുളിയോ അടി കട്ടിയുള്ള പാത്രമോ വച്ച് നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഓയിൽ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് എണ്ണ മാത്രമാണ് ആദ്യം ഒഴിക്കുന്നത്. അതുപോലെ ഈ വറുത്തെടുക്കുന്ന സ്റ്റേജിൽ നമ്മുടെ തീ ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. അതിലോട്ട് 1/4 അല്ലെങ്കിൽ 60 ml കപ്പിലെ അളവിലെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന 60 ml കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1/4 അല്ലെങ്കിൽ 60 ml അളവിൽ നമ്മൾ കരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും നല്ലതുപോലൊരു തവി കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഉലുവയുടെ കളർ മാറി ചെറിയൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും നെല്ലിക്കയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലോട്ട് റോസ്മേരിയും കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറ്റാർ വാഴയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ വറുത്തെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിങ്ങനെ മൊരിഞ്ഞ് വരുമ്പോൾ ഒരു വാസനയുണ്ട് കേട്ടോ. അതൊരു അപാര മണമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു മണം. ഈ എണ്ണയിൽ നിന്ന് ഹെയർ ഓയിൽ മാത്രമല്ല കേട്ടോ,
ഇത് നമുക്ക് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള വേറൊരു സാധനം കൂടെ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല കേട്ടോ കാര്യം, അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നല്ലതുപോലെ ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഗുണമുള്ള ഒരു ഹെയർ ഓയിൽ തന്നെയാണിത്. ഗ്രീൻ കളറൊക്കെ ചെറുതായിട്ടൊന്നും മങ്ങി കരിഞ്ഞു പോകാത്ത ഈ ഒരു പരുവാകുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള എല്ലാ വെളിച്ചെണ്ണയും ഇതിനകത്ത് ആഡ് ചെയ്യണം. വീഡിയോയിൽ കാണിക്കാനും ഒഴിക്കാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കുപ്പിയിലിരുന്ന എണ്ണയെല്ലാം ഈ ബൗളിലോട്ട് മാറ്റിയത്. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു കളറും പരുവാണ് നമ്മുടെ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാ സാധനവും നല്ലപോലെ മൊരിഞ്ഞ് ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എണ്ണയുടെ കളർ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇതിനകത്തൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. വേറൊന്നും അല്ല കേട്ടോ, ദേ ഈ കാണുന്ന എൻ്റെ സ്നേഹത്തിൻ്റെ കയ്യൊപ്പ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഈ സ്നേഹ കയ്യൊപ്പ് എപ്പോഴും ഉണ്ടാവും. അതുണ്ടെങ്കിലേ നമ്മൾ ഫുൾ സാറ്റിസ്ഫാക്ഷനും അതുണ്ടാക്കി വരുമ്പോൾ അത്രമേൽ മനോഹരവും ആവുള്ളൂ. ഈ എണ്ണ നമ്മൾ അന്ന് തന്നെ കുപ്പിയിലോട്ട് ആക്കരുത് കേട്ടോ. ഒരു ദിവസം നമ്മൾ അതുപോലെ വച്ചിരുന്ന് അതിലുള്ള എല്ലാ സാധനങ്ങളും എണ്ണയിലോട്ട് പിടിച്ചതിന് ശേഷം പിറ്റേ ദിവസം മാത്രമേ നമ്മൾ കുപ്പിയിലോട്ട് മാറ്റാവൂ. ഇവിടെ കാൻബറയിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എണ്ണ ഇതുപോലെയാണ് ഇരിക്കാറ്. അപ്പോൾ ഒന്നുകൂടെ ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ എണ്ണ ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യാറ്. ഇനി നമുക്കിത് ഓരോ കുപ്പികളിലായിട്ട് അരിച്ചെടുക്കാം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതിൽ നിന്ന് എണ്ണ മാത്രമല്ലാതെ മറ്റൊരു ഗുണപരമായിട്ടുള്ളൊരു കാര്യം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എണ്ണ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം മറ്റു ഔഷധ ഗുണങ്ങളെല്ലാം ചേർന്ന ഈ ഒരു സാധനം നമ്മൾ കളയരുത് കേട്ടോ. ഇത് വെച്ച് നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. 2 ലിറ്റർ എണ്ണ കാച്ചിയെടുക്കുമ്പോൾ ഈ ഒരു അളവിലാണ് നമുക്ക് ഹെയർ ഓയിൽ കിട്ടുന്നത്. നെല്ലിക്കയും ചെറിയ ഉള്ളിയും ഉലുവയും കരിഞ്ചീരകം കടുകും കറിവേപ്പിലയും കറ്റാർവാഴയും എന്നിങ്ങനെ ഒട്ടേറെ ഔഷധ ഗുണങ്ങളുള്ള ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നമ്മുടെ മുടി ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ എന്നും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ. കാച്ചി എണ്ണ കുപ്പിയിലാക്കുന്നതിനോടൊപ്പം ഞാൻ ഇതുപോലെ ബാക്കി വന്ന സാധനങ്ങളും സൂക്ഷിച്ചു വെക്കാറുണ്ട്. അത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ കുറച്ച് നമുക്കെടുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നല്ലൊരു പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് പാക്കായിട്ടോ സ്ക്രബായിട്ടൊക്കെ നമ്മുടെ ബോഡിയിൽ നല്ലതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ ദേഹത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്ക്രബിനേക്കാളും നല്ലത് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഹാർഡായിട്ട് നമ്മൾ ഉരച്ച് തേക്കാതെ പൊടിയായിട്ട് തേക്കുന്നതായിരിക്കും അവരുടെ സ്കിന്നിന് എപ്പോഴും നല്ലത്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഒരുപാട് എണ്ണ നമ്മൾ തലയിൽ വാരി വലിച്ച് തേച്ച് കുളിക്കരുത്, പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ. കാരണം നമ്മൾ എണ്ണ തലയിൽ തേക്കുന്ന സമയത്ത് നല്ലപോലെ തല തണുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നീർക്കെട്ടലും ജലദോഷമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ നല്ലതുപോലെ കയ്യിൽ തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയിനേക്കാൾ ഉപരി നമ്മൾ തലയോട്ടിൽ നല്ലതുപോലെ തന്നെ തേച്ചതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. തലയോട്ടിയിൽ ഓരോ സ്ഥലത്തും നമ്മൾ വിരലുകൾ കൊണ്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് നമ്മളൊരു 5-10 മിനിറ്റ് മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവുകയും അതുപോലെ നമുക്ക് നല്ലതുപോലെ ഉറങ്ങാനും ഇത് നല്ലതുപോലെ ഗുണം ചെയ്യും. വിരലുകൾ കൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു കോമ്പെടുത്ത് നമ്മുടെ തലയോട്ടിയിൽ നല്ലതുപോലെ കോമ്പ് ചെയ്ത് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്കും വലിയ ആൾക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ഹെയർ ഓയിൽ തന്നെയാണിത്. ആഴ്ചയിൽ 2 തവണ 5 മിനിറ്റ്സ് ഇതുപോലെ മസാജ് ചെയ്ത് കോമ്പ് കൊണ്ട് ചീകി കൊടുത്തതിന് ശേഷം നമ്മൾ കുളിച്ച് കഴിയുകയാണെങ്കിൽ ഇതിന് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഒരു മാസം ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. മുടി കൊഴിച്ചിലിനും താരനും
മുടി വിണ്ട് കീറുന്നതിനും മുടി നല്ലതുപോലെ വളരാനും സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറച്ച് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് ഗ്രോത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഹെയർ ഓയിലിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ കേട്ടോ. ഇതുപോലെ ഗുണകരമായിട്ടുള്ളതും മറ്റ് നല്ല വീഡിയോസുമായിട്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടാം.